ഒരു ഭാഗത്ത് ഇങ്ങനെയാണ്, എന്നാൽ ഒരു ഭാഗത്ത് സൽക്കർമ്മികളായി സൗഭാഗ്യം ശ്രദ്ധിച്ച് ഹിദായത്ത് കിട്ടിപ്പോകും നന്നാവുന്ന ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരുന്നവർ ഒരുപാട് വേറെ. ടൗണിൽ ഒരു പെണ്ണിന്റെ കൂടെ ഒരു ചെറുപ്പക്കാരൻ നടക്കുന്ന കണ്ടപ്പോഴാ ഒരു മുസ്ലിം തൊട്ടരികത്തുകൂടെ വാഹനത്തിൽ മെല്ലെ സ്ലോ ഡ്രൈവിലാണ്. ചിന്തിച്ചുറപ്പെ ഇവനൊരു മുസ്ലിമാണല്ലോ, ഇവനെ ഞാൻ അറിയുന്ന പയ്യനാ, പക്ഷെ അവൻ എന്നറിയില്ല. ഒന്നിറങ്ങിച്ചെന്നവനോടൊന്ന് പറഞ്ഞു കൊടുക്കാം, ഒന്നിറങ്ങിച്ചെന്ന് പറഞ്ഞു കൊടുക്കാം. അവൻ അന്യ പെണ്ണിന്റെ കൂടെയായി നടക്കുന്നത്. വീട്ടിൽ ഉമ്മ അറിയുന്നില്ല, വാപ്പ അറിയുന്നില്ല. ഒരു നഗരത്തിലാണ് ഈ കൈപിടിച്ച് നടക്കുന്നത് കണ്ടവരുടെ കൂടെ. നിക്കാഹിന്റെ ബന്ധമുണ്ടോ, മഹ്റമിന്റെ ബന്ധമാണോ? അല്ല. പച്ചയായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പാശ്ചാത്യം നമ്മുടെ കുടുംബ സംസ്കാരത്തെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഭാസങ്ങൾ മാത്രം കൊണ്ടുവന്നപ്പോ അതിന്റെ പിന്നാലെ നമ്മുടെ മക്കൾ പോവുകയാണ്. നമ്മുടെ മീഡിയ, നമ്മുടെ മുമ്പിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളിലൂടെയും അല്ലാതെയും അവർ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇതാണ്: കല്യാണം വേണ്ട, കാര്യങ്ങളൊക്കെ നടന്നു പോയാ പോരെ. 5 കൊല്ലം ഒരു പെണ്ണ്, കഴിഞ്ഞ 2 കൊല്ലം വേറെ ആള്, 1 കൊല്ലം വേറൊരുത്തി, പിന്നെ നഗരത്തിലേക്ക് മാറാം, വേറെ ടൗണിലേക്ക്, അങ്ങനെ ജീവിച്ചു പോകാം. ഈ ആഭാസം മുസ്ലിം ഉമ്മത്തിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കടന്നു വരുമോ എന്ന് വളരെ പേടിയോടുകൂടെ നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കളൊക്കെ പാപ്പാ എനിക്ക് നിക്കാഹ് വേണ്ട, ഒരു ഗേൾ ഫ്രണ്ട് മതി എന്ന് പറയുന്ന കാലം വിദൂരമല്ല. നമ്മുടെ പെൺകുട്ടികൾ കല്യാണം വേണ്ട, കല്യാണം വേണ്ട എന്ന് അച്ചടക്കമുള്ള നല്ല പുതിയാപ്പിളമാരെ സ്വന്തം മാതാപിതാക്കൾ അവരുടെ ഇഷ്ടവും തന്നെ നോക്കിയിട്ട് തന്നെ കൊണ്ടുവന്നാലും എനിക്കിവനെ വേണ്ട എന്ന് പച്ചയായി പറയുന്നത് പ്രേമം തലക്കടിക്കുമ്പോഴാണ്, ആഭാസങ്ങൾ തലക്ക് കയറുമ്പോഴാണ്. സ്വാഭാവികമായും അതല്ലേ. ഇങ്ങനൊരു ചെറുപ്പക്കാരൻ നടന്നപ്പോഴാണ് എന്റെ ബാധ്യത ഞാൻ നിർവഹിക്കട്ടെ, ഒന്ന് പോയി പറഞ്ഞു കൊടുക്കട്ടെ, ചെറുപ്പക്കാരാ നീ ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ അവിടെ ചെന്നു, എന്നെ കണ്ടപ്പോൾ അവൻ ഓടി. അവനോടി, ആ പെണ്ണുമോടി. പക്ഷെ അവൻ കുറച്ചകലം ചെന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ മെല്ലെ അവനെ കണ്ടു, അരികത്ത് ചെന്ന് പറഞ്ഞു അസ്സലാമു അലൈക്കും. അവൻ എന്തോ ഒരു ജാള്യത തോന്നുന്നുണ്ട്, എവിടെയോ കണ്ടുപരിചയമുള്ള പോലെ. പക്ഷെ എനിക്കവനറിയാം, അവൻ എന്നറിയില്ല. ഞാൻ അവനോട് ചോദിച്ചു, നിസ്കരിക്കാറുണ്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇതാരാണ്? അത് ഫ്രണ്ട്, കൂടെ പഠിച്ച കോളേജ് ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റ് ആണ്. മോനെ, മാ ഖലാ റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ. ഏതെങ്കിലും ഒരു അന്യ പുരുഷനും അന്യ പെണ്ണും ഒരിടത്താവുകയാണെങ്കിൽ നമ്മുടെ മക്കൾ മോശക്കാരെന്നല്ല പറയുന്നത്, നമ്മുടെ ആൺമക്കളും പെൺകുട്ടികളും ഒന്നിനും പറ്റാത്തവരാണെന്നല്ല പറയുന്നത്. ഇല്ലാ കാന ശൈത്വാനു സാലിസഹുമാ, മൂന്നാമത് അവരുടെ കൂടെ പിശാചുണ്ടാകുമെന്ന് മഹാനായ ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ ദൂതർ മുഹമ്മദ് റസൂലുള്ളാഹ്. പിശാച് മോശക്കാരനാണ്, അവനവരെ പഴപ്പിക്കും. അതുകൊണ്ട് അന്യാണും ഒരു പെണ്ണും ഒരിടത്താവല്ലേ. ഈ ചെറുപ്പക്കാരന്റെ കണ്ണുകൾ ഇങ്ങനെ നനയാൻ തുടങ്ങി, ഇങ്ങനെ കരയാൻ തുടങ്ങി. അവൻ എന്തോ ഒരു വിങ്ങിപ്പൊട്ടുന്ന പോലെ, തെറ്റ് സംഭവിച്ച അവന്റെ മനസ്സ് ഉള്ളകം സമ്മതിക്കുന്ന പോലെ അവൻ കരയാൻ തുടങ്ങി. സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്നും വിഷമിക്കണ്ട, എന്റെ നമ്പർ ഇതാ, എന്തെങ്കിലും സംശയ നിവാരണം വല്ലതുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചേക്കണം, വിഷമിക്കണ്ട, അല്ലാഹു സന്മാർഗ ദർശനം നമുക്ക് നൽകട്ടെ എന്ന് പറഞ്ഞ് ആ രംഗത്ത് തിരിച്ചു പോരുന്നു. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചു. 2 ആഴ്ച കഴിഞ്ഞു. പഠിച്ചവനെ ഒന്ന് വിളിക്കാൻ പറ്റിയില്ലല്ലോ. നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് അവനെ ഒന്ന് വിളിച്ചു നോക്കുന്നു. ഇദ്ദേഹം വിളിച്ചു നോക്കി ചോദിച്ചു, അല്ല ഓർമ്മണ്ടോ ഈ ശബ്ദം? അവൻ പറഞ്ഞു, എങ്ങനെയാണ് എനിക്ക് ജീവിതത്തിന്റെ വെളിച്ചം തന്ന ഒരാളെ എനിക്കെങ്ങനെ മറക്കാൻ കഴിയും? മാഷാ അല്ലാഹ്, അങ്ങനെ പറയുന്ന മക്കൾ നമുക്ക് വേണ്ട. നിങ്ങളത് പോയിക്കേ എന്ന് പറഞ്ഞ് ആട്ടിയോടിക്കുന്ന, സംസ്കാരവും നന്മയും വേണമെന്ന് പറയുമ്പോ പുച്ഛിച്ചു തള്ളുന്നവർ. നന്മയുടെ ഒരു ചെറിയ ശകലം ആ ചെറുപ്പക്കാരന്റെ മനസ്സിലുണ്ടായിരുന്നു. അവൻ കണ്ഠമിടറി പറഞ്ഞു, നിങ്ങളെ ഓർമ്മയുണ്ട്, ഈ ശബ്ദം ഓർമ്മയുണ്ട്, നിങ്ങളല്ലയോ എനിക്ക് സന്മാർഗത്തിലേക്ക് വഴിതന്നത്. ആ ചെറുപ്പക്കാരനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, നമുക്ക് മറ്റന്നാൾ അസറിന്റെ ശേഷം ഒന്ന് കണ്ടുമുട്ടിയാലോ? എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു പഠിക്കണം നിങ്ങളോട്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോ? പറഞ്ഞു തരാം. 2 ആഴ്ചയെ ഈ ബന്ധം ഡെവലപ്പായിട്ടായിട്ടുള്ളൂ, 2 ആഴ്ച. അതുവരെ അല്ലാഹുവിനെ മറന്നു ജീവിച്ചൊരു ചെറുപ്പക്കാരൻ അല്ലാഹു ഹിദായത്തിന്റെ വഴി കൊടുത്തിരിക്കുകയാണ്. ജീവിതത്തിന്റെ ലക്ഷ്യം അവൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അന്ന് അസറിന് എത്തണമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് അതിഥികൾ കയറി വരികയായി. അതിഥികളോടൊപ്പം കുറച്ച് സമയം ചെലവഴിച്ചപ്പോഴേക്കും റബ്ബേ, ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ, അസറിന്റെ നേരത്തെ, അസർ നിസ്കാരം കഴിഞ്ഞാൽ ഇവനെ കാണാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ടല്ലോ. പഠിച്ചവനെ, എന്റെ സമയം വൈകി, ഇനി പോവണോ? അവൻ പോയി കാണും, അവൻ എന്നെ കാത്തിരിപ്പുണ്ടാവില്ല. എന്നാലും ഒന്ന് വാക്കുമാലിക്കണ്ടേ, നേരം വൈകിയാലും ഒന്ന് ചെന്ന് നോക്കട്ടെ, ഒന്ന് അപ്പോളൈസ് ചെയ്യാം.
ക്ഷമാപണം ചോദിക്കാൻ വൈകിപ്പോയതിന് ഒന്ന് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരന്റെ വീട് തിരക്കി കടന്നു ചെല്ലുന്നു. നോക്കുമ്പോ വീട്ടിന്റെ പരിസരങ്ങളിലൊക്കെ എന്തെന്നില്ലാത്തൊരു ശാന്തതയുണ്ട്. മഗ്രിബ് കഴിഞ്ഞ നേരമാണത്. ചോദിച്ചു, ഇതാണോ ഇന്നാലിന്ന ചെറുപ്പക്കാരന്റെ വീട്? പറഞ്ഞു, അതെ. ആളെവിടെ? നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ തൊട്ടപ്പുറത്തുള്ള നഗരത്തിൽ നിന്നാണ്. എവിടെ നിങ്ങളുടെ മോൻ? എവിടെ? നിങ്ങൾ ആരാ? ഞാൻ വാപ്പയാണ്. വാപ്പയുടെ കണ്ണുകളിൽ എന്തോ നനവുണ്ട്, എന്തോ സങ്കടം നേടിക്കുന്നുണ്ട് മുഖത്ത്. എന്തു പറ്റി? നിങ്ങൾ ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മോൻ ഇന്ന് അസ്റിന് ബാങ്ക് കൊടുക്കുമ്പോൾ ലോകത്തോട് വിട പറഞ്ഞു. അവനെ മറവ് ചെയ്ത് ഞങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. വീട്ടിൽ ശാന്തമായിരിക്കുകയാണ്. ഞങ്ങൾ ശാന്തതയിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ മരിച്ചോ? കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ. 2 ആഴ്ച മുമ്പാണ് ഞാൻ അവനെ കണ്ടത്, എനിക്ക് ഓർമ്മയുണ്ട്. വാപ്പ പറഞ്ഞു, 2 ആഴ്ച മുതലാണ് എന്റെ മോൻ നന്നായി തുടങ്ങിയത്. അവൻ അങ്ങനെയായിരുന്നില്ല മുമ്പ്. അവനെന്നും ദേഷ്യം പിടിച്ചിട്ടാ ഞങ്ങളോടൊക്കെ സംസാരിക്കല്. വീട്ടിലെന്നും ബഹളമായിരുന്നു, വീട്ടിലെന്നും പ്രശ്നമാണ്. 2 ആഴ്ചക്ക് ശേഷമാണ് അവന് മാറ്റമുണ്ടായത്. നിങ്ങളാണോ അവനെ മാറ്റം വരുത്തിയത്? ആവാം, അല്ലായിരിക്കാം, അറിയില്ല. 2 ആഴ്ച മുമ്പ് ഞാൻ അവനെ കണ്ടു. ഞാനും അവനും തമ്മിൽ ഒരു ആത്മീയ ബന്ധമുണ്ടായിരുന്നു. എന്നാൽ എന്റെ ഈ പ്രിയപ്പെട്ട മോൻ 2 ആഴ്ചക്ക് ശേഷം നന്നാവുകയായിരുന്നു. നിസ്കാരമുണ്ടായിരുന്നു. സുബഹിക്ക് ഞങ്ങളെയൊക്കെ അവൻ വിളിക്കും. 2 ആഴ്ചയായിട്ടുള്ളൂ, 2 ആഴ്ച. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ചില ആളുകളുടെ ജീവിതം കണ്ടാൽ നരകത്തിലേക്കെന്ന് തോന്നിപ്പോകും. ജീവിതം കണ്ടാൽ നരകമാണെന്ന് തോന്നും. പക്ഷേ ഫയസ്ബിഖുൽ കിതാബ്, അല്ലാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. മരിക്കാനാകുമ്പോഴേക്കും പെട്ടെന്ന് നന്നായി ഒരു ഹജ്ജ്, ഒരു ഉംറ, ഒരു സൽക്കർമ്മം, ഒരു പള്ളിയുണ്ടാക്കി, സംസ്കാരങ്ങളായി, പഴയകാലത്തെ പിടിച്ചെടുത്തതൊക്കെ തിരിച്ചു കൊടുത്തു, അക്രമങ്ങൾക്കൊക്കെ മാപ്പ് ചോദിച്ചു, നന്നായി പശ്ചാത്തപിച്ചു മടങ്ങി. നല്ലൊരു മരണം. വേറെ ചില ആളുകൾ നല്ല രീതി ജീവിച്ചു പോകുന്നു. അപ്പോഴാണ് ഒരു മോശപ്പെട്ട കൂട്ടുകാരനെ പരിചയപ്പെടുത്തുന്നത്. അവനാണ് പിന്നെ അവനെ കള്ളുഷാപ്പിലേക്ക് കൊണ്ടുപോകുന്നത്, വ്യഭിചാരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, വീട്ടുകാരിൽ അകറ്റുന്നത്. അങ്ങനെ അവന്റെ മരണം ദുർമരണമായി മാറുന്നത്. 2 അനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മോൻ ളുഹറിന്റെ സമയത്തൊന്ന് കിടന്നുറങ്ങിയതാണ്. എന്നോട് പറഞ്ഞു, ഉപ്പാ, അസ്റിന് ബാങ്ക് വിളിക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തണമേ. അസ്റിന് ബാങ്ക് കൊടുക്കുമ്പോൾ എന്നെ വിളിച്ചുണർത്തണം. എന്റെ മോനെ വിളിച്ചുണർത്താൻ വേണ്ടി ഞാൻ റൂമിലേക്ക് ചെന്നു നോക്കുമ്പോഴാണ് എന്റെ മോൻ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ എനിക്ക് സങ്കടമില്ല. അവൻ അന്നത്തെ സുബഹി നിസ്കരിച്ചിട്ടുണ്ട്, ളുഹർ നിസ്കരിച്ചിട്ടുണ്ട്. അസ്റിന് എഴുന്നേൽക്കണം, എന്നെ വിളിക്കണം ഉപ്പാ എന്ന് പറഞ്ഞ് കിടന്ന മോനാണത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തിന്മ കണ്ട് തിന്മയിലായി ജീവിച്ചു പോകുന്ന ഒരു വിഭാഗം. ഇന്ന സഅയകും ലശത്താ. നന്മ കണ്ടത് സ്വീകരിക്കുന്ന ഒരു വിഭാഗം ഇപ്പുറത്ത്. നമ്മൾ അയ്യുൽ ഫരീഖൈനി നഹൻ, നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? ഏത് വിഭാഗത്തിന്റെ കൂടെയാ നമ്മൾ ആവേണ്ടത്? ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ. അതുകൊണ്ടറിയണേ, മനുഷ്യ ശരീരം എന്തിഷ്ടപ്പെടുന്നുവോ അത് ചെയ്ത് ജീവിക്കാൻ വന്നവരല്ല നമ്മൾ. മനുഷ്യ ശരീരത്തിന്റെ ഇഷ്ടവും അനിഷ്ടവും നോക്കി അള്ളാഹുവിന്റെ ഇഷ്ടമേതാണോ അത് നോക്കി ജീവിക്കാൻ വന്നവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ അസ്ർ, ചെറിയ സൂറകളിൽപ്പെട്ട സൂറത്തുൽ അസ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. കാലത്തെ തന്നെയാണ് സത്യം. വൽ അസ്രി, സമയത്തെ തന്നെയാണ് സത്യം. കാലത്തെ തന്നെയാണ് സത്യം, മണിക്കൂറുകളെ തന്നെ സത്യം, മാസങ്ങളെ തന്നെ സത്യം, ദിവസങ്ങളെ തന്നെ സത്യം, ആയുഷ്കാലങ്ങളെ തന്നെയാണ് സത്യം, പ്രപഞ്ചത്തിന്റെ ആയുസ്സിനെ തന്നെയാണ് സത്യം. എല്ലാമായി വൽ അസ്ർ, സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യന്മാർ മുഴുവനും നഷ്ടത്തിലാണ്.
മനുഷ്യ സമൂഹം നഷ്ടത്തിലാണ്. 4 കർമ്മം ചെയ്യുന്നവരൊഴികെ ബാക്കി മുഴുവനും നഷ്ടത്തിലാണ്. കണ്ടുപിടുത്തങ്ങളും എക്സ്പെരിമെന്റുകളും ഇൻവെൻഷൻസും ഡിസ്കവറീസും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. വലിയ വലിയ കോൺട്രിബ്യൂഷൻ മെഡിക്കൽ ഫീൽഡിലും എല്ലായിടത്തും നടക്കുന്നുണ്ട്. വലിയ വലിയ ആർക്കിടെക്റ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. ലോക പ്രശസ്തരായ എഞ്ചിനീയർമാർ നമുക്കുണ്ട്. ലോക പ്രശസ്തരായ ഡോക്ടർമാർ നമ്മുടെ നാടുകളിലുണ്ട്. സാധാരണക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, പണ്ഡിതന്മാരുണ്ട്, പലരുമുണ്ട്. എല്ലാവരും നഷ്ടത്തിലാണ് ഇപ്പറയുന്ന 4 വിഭാഗം ഒഴികെ. വൽ അസ്വർ, വിവിധ മതക്കാരുണ്ട് ഇവിടെ, മതവിശ്വാസികളുണ്ട്, ജാതികളുണ്ട്, അവാന്തര വിഭാഗങ്ങളുണ്ട്, മതമില്ലാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, അല്ലാഹുവിന്റെ വചനം ഒന്ന് ഓർത്തു നോക്കുക. ഇങ്ങനെ വാക്കുകൾ തന്നെ ആശയസമ്പുഷ്ടമായ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഇത് മനുഷ്യന്റേതല്ലെന്ന് മനസ്സിലാവും. മനുഷ്യൻ ഇങ്ങനെ പറയാൻ കഴിയില്ല. വൽ അസ്ർ, അല്ലാഹു തആല സത്യം ചെയ്ത് പറയട്ടെ, കാലത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ നഷ്ടത്തിലാണ്, പരാജയത്തിലാണ്. വലിയ വലിയ വീടും സംവിധാനങ്ങളും കച്ചവടവും എല്ലാം പൊടിപിടിച്ചിട്ടുണ്ട്. പക്ഷേ നഷ്ടമാണത്രേ, നഷ്ടമാണ്. കവിയാണ്, കവിത എഴുതിയിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്, കോളമിസ്റ്റാണ്, ജേർണലിസ്റ്റാണ്, ഒരുപാട് സംഭാവന ചെയ്തിട്ടുണ്ട്, പുസ്തകരചന നടത്തിയിട്ടുണ്ട്, മാഗസിനുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്രിൻ, നഷ്ടമായിരിക്കും ഒരു പക്ഷേ. ആർക്കാ നഷ്ടമില്ലാത്തത്? ഇല്ലല്ലദീന ആമനൂ, ഈമാൻ കൈകൊണ്ട ആളുകളൊഴികെ, അല്ലാഹുവിൽ വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ, പരസ്പരം നന്മയും സത്യവും ഉപദേശിച്ചവരൊഴികെ, പരസ്പരം ക്ഷമിക്കണം എന്ന് ഉപദേശിച്ചവരൊഴികെ, ഈ 4 വിഭാഗമല്ലാതെ മനുഷ്യ സമൂഹം മുഴുവനും നഷ്ടത്തിലാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ചെറിയ ഒരു വാക്യത്തിലൂടെയാ പറയുന്നത്. വൽ അസ്രി, സമയത്തെ തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നഷ്ടത്തിലാണ്. സമയം കൃത്യമായി ഉപയോഗപ്പെടുത്താത്തവർ, അമൂല്യമായ നിമിഷങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നവർ, ജീവിതത്തോട് റമദാനുകൾ യാത്ര പറയുമ്പോ, മാസങ്ങൾ യാത്ര പറയുമ്പോ, ആയുസ്സിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, പെരുന്നാളുകൾ മാറി മാറി വരുമ്പോ ഒരുപാട് ആളുകൾ ജനിക്കുന്നു, ഒരുപാട് ആളുകൾ മരിക്കുന്നു. ചിലര് വാർദ്ധക്യത്തിലേക്ക്, ചിലര് മധ്യവയസ്സിലേക്ക്, ചിലര് ജന്മം കൊള്ളുന്നു, ചിലര് ബാല്യത്തിലേക്ക്, കൗമാരത്തിലേക്ക്. ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവിതം വൃഥാവിലാണെന്നോ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുകയോ ചെയ്യുന്നവർ മഈശതൻ ദൻകാ, പരാജയമാണ്. ഇല്ലല്ലദീന ആമനു, അതുകൊണ്ട് ജീവിതത്തിന്റെ അകത്തുക സംസ്കാരം ഉണ്ടാവുകയും വിശ്വാസം ഉണ്ടാവുകയും എല്ലാം പടച്ച സർവേശ്വരനായ ഒരേ ഒരുത്തൻ, ഒരുപാട് ദൈവമല്ല, ഒരേ ഒരുത്തനായ സർവേശ്വരൻ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുകയും, വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിച്ച് കയ്യും കെട്ടിയിരുന്നാ പോരാ, സൽക്കർമ്മം മനുഷ്യർക്ക്, സഹജീവികൾക്ക്, ജീവജാലങ്ങളോട്, മനുഷ്യരോട്, മൃഗങ്ങളോട്, സസ്യലതാദികളോട് മുഴുവനും പരമമായ കരുണ, പരമമായ കരുണ. നബി തങ്ങൾ കരുണ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അവര് പറഞ്ഞു, കുല്ലുനാ യർഹമു യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ കരുണ ചെയ്യുന്നവരല്ലോ നബിയേ. ഞങ്ങൾ പറഞ്ഞു, ആ കരുണയല്ല, റഹ്മത്തൻ ലിന്നാസി കാഫ, മനുഷ്യ ലോകത്തോട് മുഴുവനും, ജാതിമത ഭേദമന്യേ, ഭാഷാ ദേശാദേശം വ്യത്യാസങ്ങൾക്ക് അതീതമായി സർവ്വ മനുഷ്യരോടും തോന്നുന്ന കരുണ, വിശ്വാസികളോട് മാത്രമല്ല സർവ്വ മനുഷ്യരോടും തോന്നുന്ന കരുണയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സൽക്കർമ്മം ചെയ്തവരൊഴികെ, വതവാസൗ ബിൽ ഹഖ്, ലോകത്ത് നന്മ വേണമെന്ന് പരസ്പരം ഉപദേശിച്ചവർ, തിന്മ കാണുമ്പോൾ അതിനെതിരെ ശബ്ദിച്ചവർ, തിന്മയെ പിടിച്ചു നിർത്തിയവർ, തിന്മയ്ക്കെതിരെ പോരാടിയവർ, വതവാസൗ ബിസ്സബ്ർ, മനുഷ്യൻ ക്ഷമ നഷ്ടപ്പെട്ട് കോലാഹലങ്ങളും കലാപങ്ങളും വർഗീയമായ രംഗങ്ങളും ഒക്കെ ഉണ്ടാക്കുമ്പോ ക്ഷമിക്കണേ, ക്ഷമ പാലിക്കണേ. വതവാസൗ ബിസ്സബ്ർ, പരസ്പരം ക്ഷമിക്കണമെന്ന് ഉപദേശിച്ചവരും ഒഴികെ സർവമാനം മനുഷ്യരും നഷ്ടത്തിലാണ്. സമയവും അവർക്ക് നഷ്ടമായി, വന്നതും പോയതുമൊക്കെ നഷ്ടമായി. ലായി ഹയാത്ത് ആയേ ഖസാലെ ചലി ചലേ അപ്നി ഖുശി സേ ആയേ നാ അപ്നി ഖുശി ചലേ ആഹ് ക്യാ ആയേ റിയാസെ ദഹർ മേ ഹം ക്യാ ഗയേ जिंदगी की शाख में फूटे खिले मुरझा गए. ഒരു പൂ വിടർന്ന് വാടിപ്പോകുന്ന പോലെ,
തുച്ഛമായ യൗമന്നൗ ബഅദ യൗം, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ ഒരൽപ്പം, അത്ര ഇവിടുത്തെ ആയുസ്സിന് നമുക്ക് പരലോകത്ത് ഓർമ്മ വരികയുള്ളൂ അത്രേ. ആ സമയം അള്ളാഹു ഇഷ്ടപ്പെടുന്ന പോലെ ജീവിച്ച് റമളാനുകളും പുണ്യമായ സമയങ്ങളും വിട പറയുമ്പോ ആ വിട പറയലിൽ സങ്കടപ്പെട്ട് ഇനിയൊരിക്കലൂടെ ഒരു അവസരം കൂടെ തരണം റബ്ബേ, ഒരിക്കലൂടെ വീഴ്ച പറ്റിയതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ, അള്ളാഹുവേ ഒന്ന് മിനുക്കിയെടുക്കാൻ, തെറ്റുകളൊക്കെ ഒന്ന് പൊറുപ്പിച്ചെടുക്കാൻ ഒരവസരം കൂടെ തരുമോ എന്ന് അള്ളാഹുവിനോട് സങ്കടത്തോടുകൂടെ ചോദിച്ച് റമളാനെ യാത്ര അയച്ചുകൊണ്ടിരിക്കുന്ന ഈ നേരം അള്ളാഹുവേ, ഇൽമിന് വേണ്ടി പഠിക്കാനും പഠിപ്പിക്കാനും ഇൽമ അറിയാനും ജീവിതത്തിൽ പകർത്താനും ജീവിതത്തിൽ വൈജ്ഞാനിക സേവനങ്ങൾ ചെയ്യാനുമുള്ള സൗഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും നീ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, പരിപാടി നീ സ്വീകരിക്കണേ റബ്ബേ, ഇരുന്നതും കേട്ടതും നീ ഖബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ചെറുതും വലുതുമായ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ അറിയാതെയും അറിഞ്ഞും ഒറ്റക്കും അല്ലാതെയും ആൾക്കൂട്ടത്തിലും കളിയിലും തമാശയിലും ചെയ്തു പോയ എല്ലാ തെറ്റുകളും നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. റമളാനിന്റെ രാപ്പകലുകളിൽ നീ നരകമോചനം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകമോചനം നൽകണേ തമ്പുരാനെ. ഈ പരിപാടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ, ഇതിന്റെ വളണ്ടിയർമാർ, ഇതിന്റെ സംഘാടകന്മാർ, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത മുഅല്ലിമീങ്ങളായ ഉസ്താദുമാർ, റഹ്മാനായ റബ്ബേ, മാലികുൽ മുലൂക്കായ അല്ലാഹുവേ, എന്തെങ്കിലും ഒരു നന്മ പഠിക്കാൻ ഞങ്ങൾക്ക് ഇതൊരവസരമാക്കി തന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാനും സമയത്തിന്റെ വില മനസ്സിലാക്കി ജീവിക്കാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കൂ റബ്ബേ, ഞങ്ങൾക്ക് ഇൽമ പഠിപ്പിച്ചെന്ന ഗുരുനാഥന്മാർക്ക് പുറത്തു കൊടുക്കൂ റബ്ബേ, ഞങ്ങളുടെ ഇൽമ പഠിച്ചിട്ടുള്ള മുതഅല്ലിമീങ്ങൾക്ക് പുറത്തു കൊടുക്കൂ റബ്ബേ. അല്ലാഹുവേ, വാദ് പറഞ്ഞോ അല്ലാതെ ഞങ്ങളെ കേൾക്കുകയോ അറിയുകയോ ചെയ്യുന്നവർക്ക് പുറത്തു കൊടുക്കൂ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളോട് സ്നേഹമുള്ളവർ, ഞങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നവർ, ദുആ ചെയ്യാൻ പല ആളുകളിലൂടെയും വസിയത്ത് ചെയ്തു വിട്ടവർ, അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, ഞങ്ങൾ അറിയാതെ പോലും ദുആ ചെയ്യാൻ ഞങ്ങളോട് അപേക്ഷിച്ചവരും അല്ലാത്തവരും നിനക്കറിയുമല്ലോ റബ്ബേ. ഈ സദസ്സിലുള്ള ഞങ്ങൾ ഓരോരുത്തരുമായും ഈമാനികമായ ബന്ധമുള്ള ഞങ്ങളുടെ കൂട്ടുകാർ, അല്ലാഹുവേ, എല്ലാവർക്കും പുറത്തു കൊടുക്കണേ തമ്പുരാൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.